പ്രമുഖ ബ്രാൻഡായിട്ടുള്ള സിറോണ ഹൈജീൻ. ഇതൊരു ഓൺലൈൻ ബ്രാൻഡാണ്, ഒരു D2C ബ്രാൻഡാണ്. ഏകദേശം ഒരു 100 കോടിക്ക് മുകളിൽ വിറ്റുവരവുള്ള, അതായത് സ്ത്രീകളുടെ മെൻസ്ട്രൽ ഹൈജീന്, ടോയ്ലറ്റ്, പേഴ്സണൽ ഹൈജീൻ മേഖലയിൽ ഉള്ള പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്ത് അതിൽ 100 കോടിക്ക് മുകളിൽ വിറ്റുവരവുള്ള ഒരു ബ്രാൻഡാണ്. അവരൊരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ വന്നിട്ട് നമ്മളതിലൊരു മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചാറ്റ് ബോട്ടാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം വാട്ടിയുടെ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നതാണ്. കണ്ടോ? ഹൈ, വെൽക്കം ടു സിറോണ, ഹൗ മൈ ഹെൽപ്പ് യു, ട്രാക്ക് മൈ പീരിയഡ്, ഷോപ്പ് ഓൺ വാട്സപ്പ്, കസ്റ്റമർ സപ്പോർട്ട്. ഇപ്പോൾ ട്രാക്ക് മൈ പീരിയഡ് അടിച്ചു കഴിഞ്ഞാൽ എന്താ വരുന്നത് നോക്കാം. ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഇംഗ്ലീഷ് ചൂസ് ചെയ്തു. വാട്ട്സ് യുവർ ഗോൾ എന്നുള്ളത് ചോദിച്ചു. ഉണ്ടോ? ട്രാക്ക് പീരിയഡ്, ട്രൈൻ ടു കൺസീവ്, അവോയ്ഡ് പ്രഗ്നൻസി. ഏതാണ് നമ്മളെ ഗോൾ എന്നുള്ളത്? ട്രാക്ക് പീരിയഡ്. അപ്പോൾ നമ്മൾ മെൻസ്ട്രൽ പീരിയഡ് ട്രാക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈസ് യുവർ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലർ, വേരീസ് നോ മോർ ദാൻ 7 days. റെഗുലർ ആണെന്ന് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണിത്, ഒരു ഡെമോ ആയിട്ട്. പീരിയഡ് ലെങ്ത്ത് എത്രയാണുള്ളത്. അപ്പോൾ ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ലെങ്ത്താണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 7 days ആവറേജിൽ അത് കൊടുക്കാം. പൊതുവേ ഒരു കോമൺ ആയിട്ടുള്ള സൈക്കിൾ എന്ന് പറയുന്നത് 6 to 7 days അല്ലേ. അതിൽ ചിലർക്ക് കൂടാൻ ചിലർക്ക് കുറയാം. പക്ഷെ ആവറേജ് ഉള്ളൊരു ദിവസങ്ങളുടെ എണ്ണമാണ് ചോദിച്ചത്. അപ്പോൾ എത്രയാണ് സൈക്കിൾ ലെങ്ത്ത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 28 ദിവസമാണല്ലോ ആവറേജ് വരുന്നത്. അത് നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാം. ഏജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 23 കൊടുക്കാം. ലാസ്റ്റ് പീരിയഡ് സ്റ്റാർട്ട് ഡേറ്റ് 11/11/2023. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് നമ്മൾ അടിച്ച കാര്യങ്ങൾ ഇതിൽ വരും. കേട്ടോ? ടുഡേയ്സ് സ്റ്റാറ്റസ് പീരിയഡ് ഇൻ 4 days. അടുത്ത 4 ദിവസത്തിനുള്ളിൽ പീരിയഡ് സ്റ്റാർട്ട് ചെയ്യും. അതിൽ ലോ ചാൻസ് ആണ് പ്രഗ്നൻ്റ് ആവാൻ. ഫെർട്ടൈലായിട്ടുള്ള ദിവസങ്ങൾ പറയുന്നത് 21 മുതൽ 29 വരെ. അതായത് ഓവുലേഷൻ, അതായത് അണ്ടവിസർജനം എന്ന് പറഞ്ഞാൽ 25 ആയിരിക്കും. നെക്സ്റ്റ് പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുക 9 ആയിരിക്കും. ലാസ്റ്റ് പീരിയഡ് ഇപ്പോൾ നമ്മൾ അടിച്ചു പോയത് 11 നവംബറിലായിരുന്നു. സൈക്കിൾ ലെങ്ത്ത് 28 ദിവസമാണ്. അപ്പോൾ PMS ഈസ് നോട്ട് ജസ്റ്റ് ബാഡ് മൂഡ്. ഹോർമോണൽ ചേഞ്ചസ് ത്രൂ ഔട്ട് ദ മെൻസ്ട്രൽ സൈക്കിൾ കോസസ് ആങ്സൈറ്റി, ഇറിറ്റബിലിറ്റി, ആങ്കർ എക്സെട്ര. ഗെറ്റ് റിലീഫ് ഫ്രം PMS സിൻഡ്രംസ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് അവർ അവിടെ നമുക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ? ഒരു പ്രൊഡക്റ്റ് ഇതൊക്കെയാണ്. ഇനി എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്? ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണ ചെയ്യുക. വ്യൂ അപ്കമിങ് സൈക്കിൾസ് ചെയ്യുക. ക്ലോസ് കോൺവെർസേഷൻ ചെയ്യുക. അപ്പോൾ അപ്കമിങ് സൈക്കിൾസ് എന്തൊക്കെയാണ് ചോദിച്ചു നോക്കാം. അപ്പോൾ എന്താണ് ഉത്തരം വരെ നോക്കുക. ഇതൊക്കെയാണ് അടുത്ത 3 സൈക്കിളുകൾ. അതായത് 21 നവംബർ 29 നവംബർ വരെ. അതിൽ 25 നവംബറിൽ ഓവുലേഷൻ നടന്നിട്ടുണ്ടാവാം. നെക്സ്റ്റ് പീരീഡ് അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് പീരീഡ് എന്താണ് 9 ഡിസംബറിലായിരിക്കാം. അത് 19 ഡിസംബർ സൈക്കിൾ 2 സ്റ്റാർട്ട് ചെയ്യും. അതായത് അടുത്ത പീരീഡ് പിന്നെ 6 ജനുവരിയിലാവും. പിന്നെ അത് അടുത്ത പീരീഡ് ഫെബ്രുവരിയിലാവും. ഇങ്ങനെ. അപ്പോൾ ഗോ ബാക്ക് ടു ഡാഷ്ബോർഡ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫസ്റ്റ് വിൻഡോക്ക് തന്നെ പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രീവിയസ് വിൻഡോയിലേക്ക് പോയി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസ് കോൺവെർസേഷൻ കൊടുക്കാം. അപ്പോൾ ആ കോൺവെർസേഷൻ ക്ലോസ് ആയി. ഇനി എന്താണ് വരിക നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ ഒരു ഡേറ്റുകളുണ്ടല്ലോ, ഇപ്പോൾ അവർക്ക് ഡേറ്റ് എല്ലാം ഇതായി. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പീരീഡ്, അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ 5-ാം തീയതിയാണ്. ചിലപ്പോൾ ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ അതിന് മെസ്സേജുകൾ വരും. നിങ്ങൾക്ക് മെൻസ്ട്രൽ പാഡ് ഉണ്ട്, അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് ഉണ്ട്, മറ്റ് ഹൈജീനിക് പ്രോഡക്റ്റ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഈ ഒരു അടുത്ത മാസത്തെ സൈക്കിളിൻ്റെ മുന്നേ, ഒരാഴ്ച മുന്നേയായിട്ട് ഒക്കെ ആയിട്ട് വരാം. നമ്മളെ റിമൈൻഡ് ചെയ്യുന്ന രൂപത്തിൽ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും? വേറെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, പിന്നെ ഇപ്പോൾ ട്രൈ ടു കൺസീവ്, അവോയ്ഡ് പ്രഗ്നൻസി. ഇനിയിപ്പോൾ അവോയ്ഡ് പ്രഗ്നൻസി എടുത്തു കഴിഞ്ഞാൽ എന്താ വരും നോക്കുക. അപ്പോൾ അതിനുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. അങ്ങനെ 7-ാം തീയതി വന്ന മെസ്സേജാണ് ഇത്. നമ്മുടെ പീരീഡ് ആവുന്നുണ്ട്, അതുപോലെ കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട്.
ആ സമയത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. വാട്സപ്പ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. എനിവേ വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.